ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രുതിയുടെ ഇളയച്ചനെയും കൂട്ടി ചന്ദ്രമതി രവിയുടെയും അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് രവിയേട്ട ശ്രുതിയുടെ ഇളയച്ചൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ബീരാൻ വലിയ ഗമയ്ക്ക് തന്നെ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് കൈയൊക്കെ കൊടുത്ത് സ്റ്റൈലടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. രവീന്ദ്രനും അച്ഛമ്മയൊക്കെ വീട്ടിലേക്ക് ഒരാൾ വന്നല്ലോ എന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ ആനയിക്കാനുള്ള പരുവത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ചന്ദ്രമതിയാണ് അങ്ങ് സന്തോഷം കൊണ്ട് ഏറി നിൽക്കുന്ന പോലാണ് നിൽക്കുന്നത്. ഇളയച്ചനെ അങ്ങ് നോക്കി അങ്ങ് സന്തോഷം കൊള്ളുകയാണ്. എന്നാൽ ശ്രുതിക്കാണെങ്കിൽ ടെൻഷനാണ്. ബീരാൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ നാടകവും പൊളിയും. എല്ലാവരും അകത്തേക്ക് പോകുമ്പോഴത്തേന് ബീരാൻ ചോദിക്കുന്നുണ്ട്, എവിടൊക്കെയാണ് ക്യാമറ വെച്ചിരിക്കുന്ന കാണുന്നില്ലല്ലോ എന്ന് പറയും. ക്യാമറയോ എന്നൊക്കെ ശ്രുതി ചോദിക്കും. പറയാം, അല്ല ജോഷി സാർ എൻ്റെ അഭിനയമൊക്കെ കാണാനായിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കും. അദ്ദേഹം ഒന്നും വരത്തില്ല. എൻ്റെ അഭിനയം കാണാനായിട്ട് അദ്ദേഹം വരത്തില്ലേ? അദ്ദേഹം വരത്തൊന്നും ഇല്ലെങ്കിലും തൻ്റെ അഭിനയമൊക്കെ അദ്ദേഹം കണ്ടോളൂ എന്ന് പറയും. എന്നാൽ അത് മതി എന്ന് പറയും. എന്നിട്ട് പറയും, കൂടുതലായിട്ട് കുളവാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിരുത്തുന്നുണ്ട്. ഇരിക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ബീരാൻ്റെ കാല് അവിടെയുള്ള ടീപ്പോയെ തട്ടുമ്പോൾ ബീരാൻ ഉമ്മോന്ന് കാറും. ഉമ്മയോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും ഇങ്ങനെ കണ്ണി നോക്കുന്നുണ്ട്. അന്നേരം അച്ചമ്മ ചോദിക്കുകയും ചെയ്യും, ഉമ്മാന്നാണോ വിളിച്ചെന്ന്. അല്ല, കാല് തട്ടിയപ്പോൾ അമ്മയെന്ന് വിളിച്ചപ്പോൾ അറിയാതെ ഉമ്മാന്നായി പോയതാണെന്ന് പറഞ്ഞ് ബീരാൻ അങ്ങ് ഇരിക്കും. മുത്തശ്ശി ഉടനെ പറയുന്നുണ്ട്, ആ ഗ്ലാസ് അങ്ങ് ഉരിയര്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കാല് തട്ടാനേ സമയം കാണത്തുള്ളൂ. ഗ്രാൻഡ്മാ പറഞ്ഞതാ ശരി എന്ന് പറഞ്ഞ് ഉടനെ ബീരാൻ അങ്ങ് ഗ്ലാസ് ഊരി പോക്കറ്റിലിടും. അപ്പോൾ ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് കുടിക്കാൻ എടുത്തുകൊണ്ട് വരാനായിട്ട്. രേവതി ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, സുഖമായിരുന്നു എന്ന്. ഈ നാട്ടിലെ റോഡുകളല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അതിന് ഫ്ലൈറ്റിലല്ലേ വന്നേ, അല്ലാതെ ബസ്സിനൊന്നും അല്ലല്ലോ വന്നെന്ന് ചോദിക്കും. അതല്ല, ഫ്ലൈറ്റിന് വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടാക്സിക്കാണല്ലോ വന്നേ, അതോർത്താൻ ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട് വീരൻ. എന്തായാലും ഇങ്ങോട്ട് പോരുകയല്ലായിരുന്നോ, അപ്പോൾ അച്ഛനും കൂടെ കൂട്ടത്തിലായിരുന്നോ എന്ന് രവീന്ദ്രൻ ശ്രുതിയുടെ അച്ഛനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഉടനെ വീരാൻ പറയും, അച്ഛനോ, അയാൾ നേരത്തെ മരിച്ചു പോയെന്നോ. അപ്പോൾ ഇവരെല്ലാവരും ഞെട്ടു. മരിച്ചോ എന്ന് ചോദിക്കാൻ പറയും, എന്ത് പറയാനാ, ഭയങ്കര വീടിവലിയായിരുന്നു, അവസാനം സ്പോഞ്ച് പോലായിപ്പോയി ശ്വാസകോശം, അങ്ങനെ അങ്ങ് തട്ടിപ്പോയി എന്ന് പറയും. അപ്പോഴത്തേന് ശ്രുതി ഇളയച്ച എന്ന് വിളിച്ചിട്ട് പറയും, അത് ഇളയച്ചൻ്റെ അച്ഛൻ്റെ കാര്യമല്ല പറഞ്ഞ്, എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് അങ്കിൾ ഉദ്ദേശിച്ചെന്ന് പറയും. ശ്രുതിയുടെ അച്ഛൻ ഭയങ്കര ബിസിനസ്സുമാരല്ലേ, അത് കാരണം എങ്ങോട്ടും തിരിയാൻ സമയമില്ല, ഒരു രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തേക്ക് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക, സമയമില്ലാത്തതുകൊണ്ടാണ് വരാനിരുന്നതെന്ന് പറയും. വീരാൻ ഉടനെ ചോദിക്കുന്നുണ്ട്, ഈ വീടൊക്കെ അങ്ങ് വളരെ പഴയതല്ലേ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതി പറയും, അതേ പഴയ വീടാ, ഇത് താമസിയാതെ ഇടിച്ചു പൊളിച്ച് കളയണമെന്ന്. അച്ചമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഈ വീട് ഇടിച്ചു പൊളിച്ച് കളയാൻ നിന്നോടാരാ പറഞ്ഞേ? ഇത് ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് ജീവിച്ച വീടാണ്, ഇതെനിക്ക് ക്ഷേത്രം പോലെ, അത് കാരണം ഈ വീട് ഇടിക്കാനോ പൊടിക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല, നിനക്ക് വേണമെങ്കിൽ നീ നിൻ്റെ വീട് ഇടിച്ചോണോ എന്നൊക്കെ പറയും. അതല്ല അമ്മേ, ഇത് ഒത്തിരി വർഷമായതല്ലേ എന്ന് ചോദിക്കും. പ്രായമായെന്ന് വെച്ച് ആരെങ്കിലും ദേഹത്തൂടെ ബുൾഡോസർ കയറ്റി ഓടി, നീ കൊണ്ടുപോയി കയറ്റുന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അങ്ങ് കാലിപ്പിക്കുന്നുണ്ട്. ഉടനെ വീരാൻ പറയാം, അതിനെന്നെ ഈ വീട് നല്ലതാണല്ലോ, പഴയതാണേലും നല്ല വീടല്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അങ്കിള് മലേഷ്യയിൽ എവിടെയാണ് താമസിക്കുന്നത്? അത് ഞാൻ മലേഷ്യയിൽ എന്ന് വീരാനും പറയും. അതല്ല, മലേഷ്യയിൽ ഈ സ്ഥലത്താണ് താമസിക്കുന്നതാണ് ചോദിച്ചേ, എൻ്റെ 2-3 ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അവരുടെ അടുത്തെങ്ങാനും ആണോ എന്നറിയാനാ ചോദിച്ചത് എന്ന് പറയുമ്പോഴത്തേന് വീരാൻ നിന്ന് കിടന്നങ്ങ് ഉരുണ്ട് കളിക്കും. അതല്ല എന്ന് പറഞ്ഞ് കുറേ സ്ഥലങ്ങളുടെയൊക്കെ പേര് വർഷ പറയുന്നുണ്ട്. അപ്പോഴത്തേന് വീരാൻ ശ്രുതിയോടിക്കും, ശ്രുതി എന്താ ഈ കുട്ടി ഇങ്ങനെ കുറേ ഫുഡിൻ്റെയൊക്കെ പേര് പറഞ്ഞ് കളിക്കുന്നതെന്ന്. ശ്രീകാന്ത് ഉടനെ പറയും, അങ്കിൾ ഇതൊന്നും ഫുഡിൻ്റെ പേരല്ല, ഓരോ സ്ഥലങ്ങളുടെ പേരാണെന്ന്. ഉടനെ ശ്രുതി ചാടിക്കയറി പറയുന്നുണ്ട്, അങ്കിൾ ജോർജ് ടൗണിലല്ലേ താമസിക്കുന്നതെന്ന്. ഞാൻ ജോർജ് ടൗണിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബീരാൻ. ശ്രുതി, നിൻ്റെ അച്ഛൻ കുറച്ച് സാധനങ്ങൾ എന്നെ ഏൽപ്പിച്ച് വിട്ടിരുന്നു, അത് ഒക്കെ തരാനായിട്ടൊരു തട്ട് വേണമല്ലോ എന്ന് പറയുന്ന ഉടനെ ചന്ദ്രമതി ഉടനെ പറയും, രേവതി ഒരു തട്ടെടുത്തുകൊണ്ട് വരാൻ. രേവതി തട്ടെടുക്കാൻ പോകുന്ന ഉടനെ അച്ഛൻ പറയും, രേവതി അവിടെ നിൽക്കുക,
ചന്ദ്രമതി നീ തന്നെ പോയി എടുത്തുകൊണ്ട് വരാൻ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് അങ്ങ് ചമ്മലാണ്. എന്നിട്ട് ദേഷ്യം കയറി അടുക്കള ചെന്നിട്ട് ഒരു പാത്രം എടുത്ത് നിലത്തോട്ട് എറിയുന്നുണ്ട്. അപ്പോൾ വീരാൻ ആദ്യം ഞെട്ടും, വീട് പൊളിച്ച് കളയുകയാണോ എന്നുള്ള പരുവത്തി. അന്നേരം അച്ചമ്മ ചോദിക്കും എന്താ അവിടെ ഒരു സൗണ്ടെന്ന്. അത് അമ്മ ഞാൻ ഈ തട്ട് തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. ശരി, ഇങ്ങനെ തട്ട് തപ്പണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേനും ചന്ദ്രമതി ഒരു തട്ടൊക്കെ എടുത്തുകൊണ്ട് വരും. തട്ടിനകത്തോട്ട് അയാൾ കൊണ്ടുവന്ന കുറേ ഫ്രൂട്ട്സും പൂവും ഡ്രസ്സും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് അങ്ങ് ഒരുപാട് സന്തോഷമാകും. ആ സമയത്ത് സച്ചിയും കൂട്ടുകാരനും അങ്ങോട്ട് വരുന്നുണ്ട് ഇളനീരൊക്കെ ആയിട്ട്. ഇതേതാ ഈ ഇളനീരുകാരൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ബീരാൻ സച്ചിയെ. എന്തായാലും ശ്രുതിയുടെ അച്ഛൻ ഒരു 100 തട്ട് തന്നു വിടണമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അതിനൊന്നും പറ്റിയില്ല എന്നുള്ള പരുവത്തിൽ ഇങ്ങനെ പറയുന്ന ഉടനെ സച്ചി ചോദിക്കും അതിനാ 99 തട്ടിന് പുറകെ വരുമോ എന്ന്. എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള പരുവത്തിലൊക്കെ വീരാൻ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തട്ട് രവീന്ദ്രനും ചന്ദ്രമതിയും കൂടി വീരാൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങും. അന്നേരം ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ടെൻഷനാണ് ശ്രുതിക്ക്. സച്ചിയെ നോക്കി വീരാൻ ഉടനെ ചോദിക്കും ഇതാരാ ശ്രുതി മോളേന്ന്. അന്നേരം രവീന്ദ്രൻ പറയും ഇതെൻ്റെ 2ാമത്തെ മകൻ സച്ചിയാണെന്ന്. ഇതാണോ നീ പറഞ്ഞ ആ കുടിയെന്ന്. അത് കേൾക്കുമ്പോഴേ സച്ചിക്കും ദേഷ്യം വരും, ബാക്കി എല്ലാവർക്കും ദേഷ്യം വരും. അടി കൊണ്ട പോലായി പോകും ശ്രുതി. സച്ചി ഉടനെ ചോദിക്കുന്നുണ്ട് കുടിയനോ, എന്നെക്കുറിച്ചാണോ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. ഉടനെ ശ്രുതി ഇരുന്ന് ഇങ്ങനെ പറയും അത് പിന്നെ ഞാൻ ഈ വീട്ടിൽ നടന്ന ചില സംഭവങ്ങളൊക്കെ ഇളയച്ചനോട് പറഞ്ഞായിരുന്നു പറയും. ഉടനെ ചോദിക്കുന്നുണ്ട് രേവതി വീട്ടിൽ നടന്ന ബാക്കിയുള്ള സംഭവങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കും. ഇത് മാത്രമേ പറയാൻ കിട്ടിയുള്ളായിരുന്നോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിയോട് രേവതി. അച്ഛമ്മയും ശ്രുതിയെ വഴക്ക് പറയും ഇങ്ങനെയൊക്കെയാണോ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ച്. അത് അച്ഛമ്മയെ ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങനെ തെറ്റിദ്ധരിച്ചതാ ഇളയച്ചൻ എന്നൊക്കെ പറയും. എന്നാൽ മേലിൽ ഇത് ആവർത്തിച്ചേക്കരുതെന്ന് പറഞ്ഞ് അച്ഛമ്മ ശ്രുതിയെ വഴക്ക് പറയും. വീരാൻ ഉടനെ പറയുന്നുണ്ട് ഇവളുടെ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു ഓംലെറ്റ് തന്നു വിട്ടിരുന്നേ. ഓംലെറ്റോ എന്ന് ചോദിക്കും. ഉടനെ വർഷം ചോദിക്കും അതെന്താ എങ്കിൽ ഇവിടെ മുട്ട കിട്ടത്തില്ലേ, പിന്നെ എന്തിനാ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് മുട്ട കൊടുത്ത് വിട്ടെന്ന്. ഉടനെ ശ്രുതി പറയും ഈ ഇളയച്ചൻ്റെ ഒരു കാര്യം ബ്രേസ്ലെറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞെന്ന് പറയും. അതെ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് വിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വീരാൻ. 100 തട്ടിൻ്റെ കാര്യം പറയുമ്പോഴും വീരാൻ പറയുന്നുണ്ട് 100 പേരെയും കൊണ്ട് വരണമെങ്കിൽ അതിനനുസരിച്ച് പീസ് കൊടുക്കണ്ടേന്ന്. പീസോ അതെന്താ കറി പീസിൻ്റെ കാര്യമാണെന്ന് സച്ചി ചോദിക്കും. അതെ എന്ന് ഉടനെ വീരാനും പറയും. അപ്പോൾ ശ്രുതി പറയും പീസല്ല ഫീസാന്ന് പറയും. അതെ ഫീസാന്ന് പറഞ്ഞ് ഉടനെ തടി തപ്പുന്നുണ്ട് വീരാന്. ചന്ദ്രമതി ഉടനെ സച്ചിയോട് പറയും സച്ചി പോയി ഇളനീര് വെട്ടിക്കൊണ്ട് വന്ന്. രേവതി ഉടനെ വാക്കത്തി എടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. വാക്കത്തി എടുത്ത് പിടിച്ചു കഴിയുമ്പോഴത്തേന് ഉടനെ സച്ചി പറയും ഇളനീര് വെട്ടണോ അതോ വേറെ ആരെങ്കിലുമൊക്കെ വെട്ടണോ എന്നാ ഞാൻ ഓർത്തിരിക്കുന്നു പറയുന്നത് കേൾക്കുമ്പോഴത്തേന് വീരാനൊന്ന് ഞെട്ടുന്നുണ്ട്. ഉടനെ പറയാം അല്ലെങ്കിൽ വേണ്ട ഇതിന് മൂർച്ച പോരെന്ന്. മൂർച്ചയില്ലേ എങ്ങനെയാണ് മൂർച്ച ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറച്ചിക്കടയിൽ കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് എങ്ങനെയാണോ അതേ ഫോഴ്സിലിരുന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് അതിലോട്ടിരുന്ന് ഉരച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴത്തേന് ശ്രുതി ശരിക്കും വെട്ടിലായിട്ട് നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും ഇതെന്താ ഈ കാണിക്കുന്നുള്ള പരത്തി നോക്കുമ്പോൾ ശ്രുതി പറയും ഇളയച്ച ഇതൊക്കെ അവർ നോക്കിക്കോളും, ഇളയച്ചൻ അതിനകത്തൊന്നും ഇടപെടണ്ട കേട്ടോ എന്ന് പറയും. അണ്ണ പറയും ശരി എന്നാൽ അവർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് വീരാൻ എന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് ശ്രുതിയുടെ കഴുത്തെ വെക്കുന്നുണ്ട്. ഇളയച്ചാന്ന് ശ്രുതി ഭീഷണിപ്പെടുത്തുന്ന പരുവത്തിലൊന്ന് വിളിക്കുന്ന ഉടനെ ബ്രേസ്ലെറ്റ് ആണല്ലോ അല്ലേ എന്ന് പറഞ്ഞ ഉടനെ അത് കയ്യിൽ അങ്ങ് ആണിയിച്ച് കൊടുക്കും. ശ്രുതി ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ് ശ്രുതിക്ക് അങ്ങ് സന്തോഷമാണ്. ചന്ദ്രമതിയുടെയും മുഖം അങ്ങ് നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. രവീന്ദ്രനും അച്ഛമ്മയൊക്കെ ജസ്റ്റ് ഒന്ന് ചിരിച്ചൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ഇളനീര് വെട്ടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സച്ചി കൂട്ടുകാരനോട് പറയുന്നുണ്ട് എടാ എനിക്ക് ശരിക്കും ആ ഇളയച്ചൻ എന്ന് പറയുന്ന ആളെ സംശയമുണ്ട്. അയാളുടെ സംസാരവും പ്രവൃത്തിയും ഒന്നും ഒരു മലേഷ്യക്കാരൻ്റെ ആ ടൈപ്പ് അല്ല. പിന്നെ പൗഡറെടുത്തിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. അയാൾ വാ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. അയാൾ വാ പൊളിക്കുന്ന ഉടനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പൗഡറെടുത്തി അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതൊന്നിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ എന്ന് പറയും. നീ ഇങ്ങനെ വേളം വെച്ച് അയാളുടെ കയ്യിലിരിക്കുന്ന സ്കോച്ച് നശിപ്പിക്കരുത്. എങ്ങനെയും അയാളുടെ കയ്യിലിരിക്കുന്ന സ്കോച്ച് ഒന്ന് പുറത്തെടുക്കണം. എന്നിട്ട് നമുക്ക് അയാളെയും കുടിപ്പിച്ച് നമുക്ക് കുടിക്കാം. അന്നേരം അയാളുടെ മനസ്സിലുള്ളതെല്ലാം ഇങ്ങനെ പുറത്തു വരും. അപ്പം നമുക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാമെന്ന് പറയും. എന്നാൽ ശരിയെന്ന് സച്ചിൻ സമ്മതിക്കുന്നുണ്ട്. സച്ചി ആ ഐഡിയ എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് നിന്ന് കരിക്ക് വെട്ടുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.